റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനയുടെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ടാണ് ROV ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ് അണക്കെട്ടിൽ നടക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തുന്ന പരിശോധനകൾ കൃത്യമായി നടന്നാൽ അണക്കെട്ടിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിക്കും സമൂഹത്തിനും മുന്നിലെത്തും. ചൊവ്വാഴ്ച മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ് അണക്കെട്ടിൽ നടത്തുക. അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഏറെ നിർണായകമാകുന്ന വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം. മുമ്പ് ROV പരിശോധന നടത്താനൊരുങ്ങിയെങ്കിലും ഉപകരണം തകരാറായി എന്ന പേരിൽ പരിശോധന മുടങ്ങുകയായിരുന്നു. ഫ്രാൻസിൽ നിന്നെത്തിച്ച ഉപകരണം ഉപയോഗിച്ച് 1200 അടി നീളമുള്ള അണക്കെട്ട് 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. ഇത് പൂർത്തിയാക്കിയ ശേഷം 50 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കും. ഏറ്റവും അവസാനം അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് 10 അടി വീതമായി വാഹിച്ച് ROV ഉപയോഗിച്ച് ചിത്രങ്ങളെടുക്കും. മുമ്പ് കേരളം നടത്തിയ പഠനത്തിൽ അണക്കെട്ടിൽ 110 അടിക്ക് താഴെ സിമന്റ് പ്ലാസ്റ്ററിംഗ് ഇളകിയ നിലയിലും അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി മിശ്രിതം ഇളകിമാറി കരിങ്കല്ലുകൾ തെളിഞ്ഞ നിലയിലുമായിരുന്നു. എന്നാൽ ഈ പഠനത്തെ അംഗീകരിക്കാൻ തമിഴ്നാട് തയ്യാറായിരുന്നില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജലാഭിമുഖ ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഡൽഹിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരായ P. സെന്തിൽ, C. വിജയ്, ഡോക്ടർ ജോയി ലിംഗസ്വാമി, ലാബ് അസിസ്റ്റന്റ് ദീപക് കുമാർ ശർമ്മ എന്നിവരുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിലവിൽ 133.80 അടി ജലമാണുള്ളത്. മാതൃഭൂമി ന്യൂസ്, കുമളി.